രാജ്യമെമ്പാടുമുള്ള എല്ലാ കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ നമ്മളുടെ സംസ്ഥാനത്തും എല്ലാ കൃഷിഭവൻ മുഖാന്തരവും ആരംഭിച്ചിരിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ അല്ല നമ്മൾ എത്തിച്ചേരേണ്ടത്. നമ്മളുടെ കർഷകരെ സംബന്ധിച്ച് കർഷകരുടെ കൃഷിഭൂമിയുടെ വിശദാംശങ്ങളായിട്ടുള്ള കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ കർഷകന്റെ ആധാർ കാർഡ്, അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അത് OTP വരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം രേഖകളൊക്കെ ആയിട്ട് വേണം നമ്മൾ കൃഷിഭവനിലേക്ക് എത്തിച്ചേരുന്നതിന്. PM കിസാൻ സമ്മാൻ നിധിയുടെ വർഷം 6000 രൂപ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ യന്ത്രസാമഗ്രികൾ സർക്കാരിൻ്റെ സബ്സിഡിയോടുകൂടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും നിലവിൽ ലഭിച്ചിട്ടുള്ളവരും അതോടൊപ്പം തന്നെ ജൈവ രാസവളങ്ങൾ സബ്സിഡിയിൽ ലഭിക്കുന്നതിനും വിള ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കാർഷിക ലോൺ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കാർഷിക ലോൺ എടുക്കാൻ പോകുന്നവരും തീർച്ചയായിട്ടും ഇത് എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറയുകയാണ്. എല്ലാവരും അറിയിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം. ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി അറിയിപ്പുകളെല്ലാം ആദ്യം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. വിവിധ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിലും ലഭ്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും അതും വികസിപ്പിച്ചിരുന്നു. അതും കർഷകർക്ക് ഇതുപോലെ തന്നെ ഒരു ID ജനറേറ്റ് ചെയ്ത് വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന ഒരു ക്രമീകരണമായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള രജിസ്ട്രേഷൻ നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയും എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. എന്നാൽ ഇതൊന്നും കൂടാതെയാണ് കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്നതിന് വേണ്ടി ഈ ഒരു അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്ക് പേര് ചേർക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്തും കൃഷിഭവൻ മുഖാന്തരം ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. അതായത് 5 മിനിറ്റിൻ്റെ ഒരു കാര്യമേ ഇതിനെടുക്കുന്നുള്ളൂ. വളരെ വേഗം ഇതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും. അതിനുശേഷം കർഷകർക്ക് എത്രയും വേഗം ഒരു നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു ഏകീകൃത നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്യും. പിന്നീട് ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു ID വെച്ചാണ് കർഷകർ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുന്നത്. അതായത് കർഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷിഭൂമി ഉൾപ്പെടെ വെരിഫിക്കേഷൻ ചെയ്ത് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കാൻ എളുപ്പമാക്കി മാറ്റുകയാണ് ഈ ഒരു രജിസ്ട്രേഷനിലൂടെ. കർഷക രജിസ്ട്രിയിൽ എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതായത് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും. ഇനി കിസാൻ സമ്മാൻ നിധി 6000 ലഭിക്കുന്നവരും രജിസ്റ്റർ ചെയ്യണം. ഇനി 6000 ലഭിക്കുന്നില്ലെങ്കിലും ഏറ്റവും പുതുതായിട്ടൊക്കെ കൃഷിഭൂമി വാങ്ങിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. കാരണം ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ, ഇനി വായ്പാ പദ്ധതി ആയിക്കോട്ടെ, സബ്സിഡി സ്കീമുകളായിക്കോട്ടെ, എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇനി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഇനി ഇതിന് അവസാന തീയതി ആയിട്ടുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഈ ഒരു സ്കീമിന് അല്ലെങ്കിൽ ഇതിലേക്കുള്ള രജിസ്ട്രേഷന് വേണ്ടി ഇപ്പോൾ അവസാന തീയതിയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ സമയവും സാഹചര്യവും എല്ലാം നോക്കി എപ്പോൾ വേണമെങ്കിലും നമുക്കിത് നിർവഹിക്കുന്നതിന് വേണ്ടി കൃഷിഭവനിലെത്തി ഈ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ളത് കർഷകരെ എല്ലാം ഈ ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ നൽകുന്ന ഈ ഒരു അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്ക് പേര് ചേർത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനാണ്. ഇത് എല്ലാവരും തന്നെ എടുക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതില്ലാത്തവർക്ക് പിന്നീട് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. ചുരുക്കി പറഞ്ഞാൽ ഇത് പ്രധാന കാര്യമാണ് എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ കർഷക സുഹൃത്തുക്കളും അല്ലെങ്കിൽ കൃഷിഭൂമിയുള്ളവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക, ഈ കാര്യങ്ങൾ ചെയ്യുക. നിലവിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളവർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.